ജീവൻ പകരമായി കൊടുത്ത് സ്വർഗം വാങ്ങിയവരാണ് നമ്മുടെ മുൻഗാമികൾ അല്ലേ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭയങ്കര ധനികനല്ലേ? അറേബ്യയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വരുമാനം എത്രയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വരുമാനം എത്ര? മുസ്തഫക്ക് ഞങ്ങളൊന്നും അടുത്തൂല, എൻ്റെ 4 അയലത്ത് പോലെത്തൂല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വരുമാനം 40,000 സ്വർണ്ണ ദീനാറായിരുന്നു. ഒരു വർഷത്തെ വിറ്റുവരവിലൂടെ കിട്ടിയിരുന്ന ലാഭം 40,000 സ്വർണ്ണ ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു പവൻ എന്ന് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 40,000 ഭവൻ ഇൻറ്റു എത്ര? 21,000 22,000 കൂട്ടി നോക്കി. ഏതു കാലത്താണ്? അന്നാണ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വരുമാനമായിരുന്നു അത്. ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഫഖീറായിട്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയില്ലേ? ഫഖീറ മരിക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന രോഗത്തിൽ കിടക്കുന്ന രംഗം ആയിഷ റളിയല്ലാഹു അൻഹ വിവരിച്ചു തരുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ല, ഉഷാറുള്ള സ്വലാത്തിൽ എന്തായാലും ഞാൻ കുറേ ഒന്നും പറയില്ല, മേന്തുവാർക്കും. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും മഹാനവറുകൾ ശാരീരികമായി സൂക്ഷിച്ചു വരികയായിരുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗശൈലിയിൽ കിടക്കുമ്പോഴാണ് ആയിഷ ബീവി പറയാണ്, മകളായ എന്നെ വാപ്പ വിളിക്കുകയാണ്, ആയിഷ പൊന്നുമോളൊന്ന് അടുത്തു വരുമോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ പിതാവിന്റെ അടുത്ത് ചെന്നു. അപ്പോഴാണ് ഉപ്പ എന്നോട് പറഞ്ഞത്, ആയിഷ ഞാൻ കടക്കാരനാണ് ആയിഷ, ഞാൻ കടക്കാരനായി മരിച്ചു പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു ആയിഷ. അതുകൊണ്ട് മോളെ ആയിഷ, ഉപ്പ നിനക്ക് തന്ന ഇന്നാടിന്റെ സ്വത്തുണ്ടല്ലോ, ആ സ്വത്ത് നീ ഉപ്പാക്ക് തിരിച്ചു തരുമോ ആയിഷ? ആയിഷ ഉപ്പാക്ക് കടം വീട്ടി മരിക്കാനാണ് എന്ന് ഉപ്പ എന്നോട് പറഞ്ഞു വന്ന ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ തോട്ടം എന്റെ പിതാവിന് തന്നെ തിരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട ഉപ്പ ബൈത്തുൽ മാലിലേക്ക് ആ തോട്ടം ലയിപ്പിച്ചുകൊണ്ട് കടം വീട്ടിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എങ്ങനെ കടക്കാരനായതാ? മഹാനവറുകൾ വലിയ വീടെടുത്ത കടക്കാരനായതല്ല, പലിശക്ക് പണം വാങ്ങി കച്ചവടം ചെയ്ത് കടക്കാരനായതല്ല, പിന്നെയോ അല്ല, ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുത്തു കൊടുത്തല്ലോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അങ്ങനെ എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെ സിദ്ദീഖുൽ അക്ബർ സമ്പാദിച്ചോ അതൊക്കെ സ്വന്തം അക്കൗണ്ടിൽ എഴുതി ചേർത്തിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ പറയുന്നുണ്ട്, രംഗം അല്ലാഹുവിന്റെ ഹബീബ് എപ്പോൾ ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞാലും അപ്പോഴെല്ലാം സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു റളിയല്ലാഹു അൻഹു ഒന്നാം സ്ഥാനത്തുണ്ടാവുക. ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്ത് സിദ്ദീഖുൽ അക്ബറാണ് ഉണ്ടാകാറുള്ളത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരു യുദ്ധത്തിനായി സ്വത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് വിചാരിക്കുകയാണ്, എല്ലാ സമയത്തും ദാനധർമ്മത്തിൽ ഒന്നാം സ്ഥാനത്തെത്താറുള്ളത് സിദ്ദീഖാണ്. എന്നാൽ ഈ തവണ സിദ്ദീഖിനെ ഞാൻ തറ പറ്റിക്കുന്നതാണ്, പൊട്ടിക്കുന്നതാണെന്ന് തീരുമാനിച്ചോ. സ്വഹാബികൾ അതാ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് സ്വത്തുമായി വരികയാണ്. ഓരോരുത്തരും വരുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോഴാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുമായി വരുന്നുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ സ്വത്ത് സമർപ്പിച്ചു. മഹാനായ റസൂലുള്ളാഹി ചോദിച്ചു, യാ ഉമറോ മാ അബ്ഖൈത ലി അഹ്ലിക്, ഉമർ തങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്താ നിങ്ങൾ ബാക്കി വെച്ചിരിക്കുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ. എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. സ്വഹാബികൾ പറയുകയാണ്, ഈ രംഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയുകയാണ്, അല്പസമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ സിദ്ദീഖ് വരുന്നുണ്ട് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്ന രംഗം സ്വഹാബികൾ പറയുകയാണ്, ഒരു കയ്യിൽ വെള്ളം കുടിക്കുന്ന പാത്രമുണ്ട്, മറുകൈയിൽ പുതപ്പുണ്ട്, തലയണയുണ്ട്, വിരിപ്പുണ്ട്, ഗ്ലാസ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, എല്ലാം എടുത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ എല്ലാം അങ്ങ് സമർപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, സിദ്ദീഖേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് എന്താ ബാക്കി വെച്ചത്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സമയത്ത് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹു റസൂലുഹു, അല്ലാഹുവും റസൂലും മാത്രമാണ് എന്റെ കുടുംബത്തിന് ബാക്കിയുള്ളത്. എന്റെ വീട്ടിൽ ഒരു സ്വത്തുമില്ല നബിയേ, എല്ലാം ഞാൻ അല്ലാഹുവിന്റെ വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്വത്ത് കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയ ആളാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വത്ത് കൊടുത്ത് സ്വർഗം വാങ്ങിയ ആളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ ആ സിദ്ദീഖിനെ മറക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാ നിസ്കാരത്തിൽ പോലും ആ സ്മരണ അള്ളാഹു നിലനിർത്തിയത്. ചില ആളുകൾ പറയാറുണ്ട്, അയാൾ പള്ളിക്ക് എത്ര തോന്നെ പൈസ കൊടുത്ത് എഴുതിയിട്ട് ഇപ്പം എന്തിനാ അയാളെത്ര വലിയ ആദരിക്കണമെന്നൊക്കെ ചോദിക്കണ മനുഷ്യന്മാരുണ്ട്. ഓലൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്, സിദ്ദീഖിനെ മറക്കാൻ പാടില്ല എന്നത് റബ്ബിന്റെ താല്പര്യമാണ്. സിദ്ദീഖിനെ മറക്കാൻ പാടില്ല എന്നത് അല്ലാഹുവിന്റെ താല്പര്യമാ. എന്തുകൊണ്ട്? ദാനധർമ്മം അല്ലാഹുവിന് വേണ്ടി പണം ആവശ്യമുള്ള സമയം എല്ലാം എടുത്തു കൊടുത്ത് നിസ്കരിക്കാൻ പോകാൻ അനുയോജ്യമായ വസ്ത്രം പോലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില്ലാതെയായി പോയി. അപ്പോഴാണല്ലോ മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം ആരംഭിച്ചിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പള്ളിയിലേക്ക് പോകാൻ വേണ്ട അനുയോജ്യമായ വസ്ത്രം ലഭിച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രയാസത്തിലാ. പള്ളിയിൽ നിന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കുലി മുഴങ്ങിയിട്ടുണ്ട്. ഏതാനും സമയം കഴിഞ്ഞാൽ നിസ്കാരം ആരംഭിക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരു ജമാഅത്ത് പോലും മദീനയിലുള്ള സമയത്ത് സിദ്ദീഖിന് നഷ്ടമാകാറില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പിടയുകയാണ്. അനുയോജ്യമായ വസ്ത്രം അന്വേഷിച്ചത് ലഭിക്കുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. വസ്ത്രം ധരിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് എത്തുമ്പോഴേ അല്ലാഹുവിന്റെ ഹബീബ് റുകൂഇലാണ്. റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴല്ലേ ഇറങ്ങിയില്ലേ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയല്ലോ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, എന്റെ ജിബ്രീൽ എന്റെ സിദ്ദീഖ് വരുന്നുണ്ട്, ജിബ്രീലേ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണം. ജിബ്രീൽ എന്റെ സിദ്ദീഖിനെ റുകൂഇൽ റക്അത്ത് കിട്ടാനായി കാത്തിരിക്കാനും പറയണം എന്റെ റസൂലിനോട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോടാണ് അല്ലാഹുവിന്റെ കൽപ്പന. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, എഴുന്നേൽക്കാനായില്ല നബിയേ, സിദ്ദീഖ് വരുന്നുണ്ട്. സിദ്ദീഖിനെ കാത്തിരിക്കണമെന്ന് രാജാതിരാജനായ റബ്ബിന്റെ കൽപ്പനയുണ്ട്. എന്തേ സിദ്ദീഖിനെ കാത്തിരിക്കണം എന്ന് പറഞ്ഞത്? സിദ്ദീഖ് തന്റെ സമ്പാദ്യമല്ല, അല്ലാഹുവിന് എടുത്തു കൊടുത്ത മഹാനാ. സമ്പാദ്യം കല്യാണം കഴിച്ചിട്ട് ദൂർത്തടിച്ച് കളഞ്ഞ ആളല്ല.
35 ലക്ഷത്തിന്റെ കല്യാണം. ഓനോട് പള്ളിക്ക് ചോദിച്ചാൽ കൊടുക്കുക 25,000 രൂപ. ഓൻ കച്ചറ ഉണ്ടാക്കും. എപ്പോൾ എന്നറിയോ? നിക്കാന് പൈസ ചോദിക്കുമ്പോൾ. മനസ്സിലായില്ല? നിങ്ങൾ മിണ്ടില്ലല്ലോ, നിങ്ങൾ കുറങ്ങാ. 35 ലക്ഷം കല്യാണത്തിന് ദൂർത്തടിച്ചത്. എന്തൊക്കെ ബിരിയാണി അവൻ്റെ വീട്ടിൽ? ആട് ബിരിയാണി, മന്തി, കോഴി മന്തി ഉണ്ട്, ആടിൻ്റെ മന്തി ഉണ്ട്, ചെമ്മീൻ ബിരിയാണി, എല്ലാ ബിരിയാണി ഉണ്ട്. അതിൻ്റെ പുറമെ പിന്നെ വെള്ളപ്പുണ്ട്, നൂൽപുട്ടുണ്ട്, മലപ്പുറം പത്തിരിയുണ്ട്. ഞാൻ അതായിട്ടില്ല കണ്ടാന്ന് എഴുതിയിട്ട് അതിന് തിരൂർ നാളെ കൊടുത്തിട്ട് ഉണ്ടാക്കി. ഇതൊക്കെ അവൻ ദൂർത്തടിച്ച 35 ലക്ഷം. ഓന് നിക്കാഹിന് 2,500 റുപ്യ എന്ന് അവൻ ചോദിക്കും. എന്താ നിക്കാഹിന് പൈസ? അള്ളാൻ്റെ പള്ളിക്കൊരു വരുമാനമോ? അള്ളാൻ്റെ പള്ളി മിസ്പാവ ഒരു സമ്പാദ്യമില്ലാതെ ഇങ്ങനല്ല ചെറിയ പിരിവുകൊണ്ട് നടക്കണേ. നമ്മളൊക്കെ ഓരോ ബിൽഡിങ്ങുള്ളവൻ 2 കട വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിക്കാഹിന് പൈസ വാങ്ങേണ്ട ആവശ്യമില്ല. നിക്കാഹിന് പൈസ വാങ്ങേണ്ട ആവശ്യമുണ്ടല്ല. ഓനോട് നിക്കാഹിന് 2,500 എന്നാ എൻ്റെ 2,500 കഴിഞ്ഞല്ലോ. എൻ്റെ 5 നിക്കാഹ് നടക്കുന്ന സമയത്ത് 1,500 ഉള്ളതിനല്ലോ 1000 എന്താ ഒറ്റടി കയറ്റിയത്? ഓൻ്റെ കടക്ക് ഓരോ കൊല്ലം 10% അവനേറ്റുണ്ട്. അള്ളാഹ്ക്ക് ചോദിക്കണ സമയത്ത് പിശുക്ക് കാണിക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കാൻ അല്ലാഹുവിന്റെ ഓർഡറാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തല പൊക്കരുത് നബിയേ, സിദ്ദീഖ് വരുന്നുണ്ട് അങ്ങയുടെ കൂടെ നിസ്കാരത്തിൽ പങ്കുകൊള്ളാൻ. സിദ്ദീഖ് റുകൂഇലേക്ക് എത്തിയതിന് ശേഷമേ തല പൊക്കാവൂ യാ റസൂലല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നല്ലോ, നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി റുകൂഇലേക്ക് അങ്ങ് ചെന്നപാടെ ഈ റക്അത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ എനിക്ക് ലഭിച്ചതിന്റെ സന്തോഷത്തിൽ മഹാനവറുകൾ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്, ഈ റക്അത്തും എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ തന്ന റബ്ബേ നിനക്ക് സ്തുതി. ഉടനെ അതാ നിസ്കാരത്തിൽ തന്നെ മറുപടി കൊടുക്കാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. നിങ്ങൾ ആലോചിക്കണേ, നിസ്കാരത്തിൽ തന്നെ മറുപടി കൊടുക്കാൻ. നിസ്കാരം കഴിഞ്ഞില്ല, ആ റുകൂഇൽ നിന്ന് ഉയരുമ്പോഴാണ് അന്ന് മുതലാ മുസ്ലിം ലോകം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ പറയാൻ തുടങ്ങിയത്. വേറെ എല്ലാ സ്ഥലത്തും ഇന്തിഖാലാത്തിൽ തക്ബീറാണല്ലോ. അല്ലാഹു അക്ബർ. സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ, വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, ഖിയാമിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ. എന്തേ? റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ മാത്രം സമി അല്ലാഹു ലിമൻ ഹമിദ. നേരത്തെ അവിടെയും അല്ലാഹു അക്ബർ എന്നായിരുന്നു. ഈ സംഭവത്തോടെയാണ് മുസ്ലിം ലോകം അങ്ങനെ പറയാൻ തുടങ്ങിയത്. റസൂലുള്ളാഹിനോട് അല്ലാഹു കൽപ്പിച്ചു, സിദ്ദീഖ് തങ്ങൾക്ക് ഇപ്പോൾ തന്നെ മറുപടി കൊടുക്കണം. ആ ഹംദ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. നിസ്കാരം കഴിഞ്ഞു കൊടുത്താൽ പോരാ, സമി അല്ലാഹു ലിമൻ ഹമിദ. സിദ്ദീഖ് തങ്ങളെ, നിങ്ങളുടെ ഹംദ് അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സ്വത്ത് കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയ ആളാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്താ മരിക്കുമ്പോ ദരിദ്രനായി മരിക്കണം എന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ? അതിന്റെ അടിയിൽ എന്തൊരു സാധനം ഉണ്ടല്ലോ. മരിക്കുമ്പോൾ ദരിദ്രനായി മരിക്കണം എന്നൊരാൾ ഇന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ? അതിന്റെ കാരണം എന്താ അറിയങ്ങളെ? റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ സ്വർഗം തുറക്കും, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആള് ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ഞാനാ ഉദ്ഘാടനം ചെയ്യാ. എന്റെ കയ്യിൽ ലിവാഹുൽ എന്ന പതാക ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വബിയദി മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ ചാവി എന്റെ കയ്യിൽ ഉണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി, സ്വർഗത്തിന്റെ കവാടത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി ഇളക്കുന്ന ആൾ ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, ഞാനാണ് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുക, സ്വർഗ്ഗം തുറക്കുക ഞാനാണ്. ഞാൻ സ്വർഗ്ഗം തുറക്കുമ്പോൾ വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ, എന്റെ കൂടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെ ദരിദ്രനാണ് ഉണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ കൂടെ ഉദ്ഘാടനത്തിന് അങ്ങനെ ഉണ്ടാകും, പാവങ്ങളുണ്ടാകുക, പാവങ്ങളാണ്. നമ്മളെ ചില ആൾക്കാരൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരേ ഇടത്ത് സിനിമാ താരം, ഇടത്ത് സിനിമാ നടി, മുമ്പിൽ പിന്നാരാ നമുക്ക് എന്താ ആളെ കൂട്ടാൻ. എടോ, അള്ളേനെ വിജയിപ്പിക്കണോ പരാജയപ്പെടുത്തണമെന്ന് വിശ്വാസം കില്ലേ? അള്ളാഹുവാണ് വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും എന്ന് എത്ര സിനിമാ നടിമാര് തുറന്ന ഷോപ്പ് അടച്ചു പൂട്ടിപ്പോയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലില്ലേ? ഞാൻ പറയണോ നിങ്ങൾക്ക് പേര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹുവിൽ വിശ്വാസമില്ലേ നിനക്ക്? കുല്ലു അംറിൻ ദീബാലിൻ ലം യുബ്ദ ഫീഹി ബിഹംദില്ലാഹി ഫഹുവ അബ്തർ. അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങാത്തതൊന്നും ബർക്കത്തുണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ബിസ്മി ചൊല്ലാൻ, ബിസ്മി ചൊല്ലി തുറക്കാൻ പറ്റുന്ന ആളുകളോടാവണം തുറപ്പിക്കേണ്ടത്. ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ. മൂല്യമാർക്ക് ചാൻസ് ഉണ്ടാക്കാൻ പറഞ്ഞതൊന്നുമല്ല ഞാൻ. ആരോടും തുറപ്പിക്കണ്ട, നിങ്ങൾ എന്നെ ബിസ്മി ചൊല്ലി തുറന്നേക്ക്, ഇരുന്നൊരു ഫാത്തിഹ ഊതിയിട്ട് തുടങ്ങിയേക്ക്. എന്തിനായി നന്മകളെ മുഴുവൻ നിരാകരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാൻ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ, എന്റെ കൂടെ മുഅ്മിനീങ്ങളിൽ കൂട്ടത്തിൽപ്പെട്ട ഫഖീർമാരാണ് ഉണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ. അത് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബറിന് മനസ്സിലായി, ഞാൻ ധനാഢ്യനായി മരിച്ചുപോയാൽ എനിക്ക് റസൂലുള്ളാഹിന്റെ ഒപ്പം കൂടാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കണേ, ഞാൻ ധനാഢ്യനായി മരിച്ചുപോയാൽ എന്റെ റസൂൽ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എനിക്ക് ആ റസൂലുള്ളാഹിനോടൊപ്പം ഉണ്ടാവാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ സ്വത്ത് മുഴുവനും കൊടുത്തു തീർത്തല്ലോ മരിക്കുന്നതിന് മുമ്പായി. എന്നിട്ട് മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത പോലെ, അല്ലാഹുമ്മ അഹ്യിനീ മിസ്കീന വഅമിത്നി മിസ്കീന വഅൽഹിഖ്നി ഫീ സുംറത്തിൽ മസാകീൻ. ആ മിസ്കീൻ എന്ന സ്ഥാനത്ത് അർഹനായിട്ട് സിദ്ദീഖുൽ അക്ബർ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആരാ ഖദീജ? പഠിക്കണന്മാരെ, ആരാ ഖദീജ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ലോകത്ത് 4 സ്ത്രീകളാണ് ഏറ്റവും ഉന്നതരെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ. അത് ഒന്ന് ഇംറഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഭർത്താവ് മഹാത്തമ്മാടിയാണ്, എന്നാൽ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലാണ്. എന്താ അതിന്റെ കാരണം? അമ്മമാര് പഠിക്കണം, മനസ്സിലാക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരികൾ നല്ല മനസ്സിലാക്കണം. പെങ്ങളെ, നിങ്ങളെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടൊന്നും അള്ളാന്റെ അടുത്ത് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ടേ. നിങ്ങൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പഠിച്ച എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പെങ്ങളെ. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. ആരടി പെങ്ങളെ നിന്നോട് പഠിപ്പിച്ചു തന്നത്? SLC പാസ്സാകുമ്പോ എല്ലാറ്റിലും A+ ഉണ്ടാകലാണ് നിന്റെ വിജയത്തിന്റെ മാനദണ്ഡമെന്ന്. പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇസ്ലാമിക സംസ്കാരം നീ മുറുകെ പിടിച്ചില്ലേ, അള്ളാഹുവിന്റെ കോടതിയിൽ നീ വട്ടപൂജ്യമാണ് പെങ്ങളെ. ആരുടെ നിന്നെ പഠിപ്പിച്ചത്? ഈ സമുദായത്തിനുള്ള ആകെ തകരാർ, ഈ സമുദായത്തിന്റെ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ കുറെ എഞ്ചിനീയർമാരില്ലാത്തതാണെന്ന്, കുറെ ഡോക്ടർമാരില്ലാത്തതാണെന്ന്, കുറെ ദന്തൽ ഡോക്ടർമാരില്ലാത്തതാണ് ഈ സമുദായത്തിന്റെ പ്രശ്നമെന്ന് ആരടി നിന്നെ പഠിപ്പിച്ചത്? ആരാ സമുദായമേ നമ്മെ പഠിപ്പിച്ചത്? കുറെ ഡോക്ടർമാരും എഞ്ചിനീയർമാരുണ്ടായില്ലേ, എന്നിട്ട് സമുദായത്തിന് എന്താ നേട്ടം കിട്ടിയേ? എന്ത് നേട്ടം ആ സമുദായത്തിന് കിട്ടിയത്? പറയൂ എന്റെ സഹോദരങ്ങളെ. ആരോ പറഞ്ഞില്ലേ കുറെ ഡോക്ടർമാരില്ലാത്തതാ പ്രശ്നം? അല്ല, ഈമാൻ ഇല്ലാത്തതാ പ്രശ്നം. ഈമാൻ
وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സ്വർഗം വേണോ? തിന്മകളോട് പൊരുതാൻ പഠിക്കണം. എന്റെ പ്രിയമുള്ള കൊച്ചു പെങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വർഗം വേണോ? തിന്മയോട് പൊരുതാൻ പഠിക്കണേ. എന്തേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി പറഞ്ഞു കൊടുത്തതാരെയാ? വളറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി പറഞ്ഞു കൊടുത്തത് ഇംറഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഇത് ഖാലത്ത്, ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താ പറഞ്ഞത്? റബ്ബി ബിനലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ലോകത്ത് ഭൂമിയിൽ ഏറ്റവും സുഖസൗകര്യമുള്ള ഈ ഫിർഔന്റെ കൊട്ടാരം നിനക്ക് വേണ്ടി ഞാൻ വലിച്ചെറിയുകയാണ് റബ്ബേ. അതാ ആസിയ ബീവിന്റെ പ്രത്യേകത. മനസ്സിലാക്കണം, എന്താ പ്രത്യേകത? എല്ലാ സുഖസൗകര്യമുള്ള കൊട്ടാരാണ് ഫിർഔന്റെ കൊട്ടാരം. ആ കൊട്ടാരം ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന് വേണ്ടി വലിച്ചെറിയുകയാണ്. എന്താ? ഭർത്താവ് മഹാ തമ്മാടിയാണ്, ശിർക്കിന്റെ ആളാണ്, അല്ലാഹുവിനെ അംഗീകരിക്കാത്തവനാണ്, തിന്മയുടെ വാഹകനാണ് ഭർത്താവ്. അല്ലാഹുവിനെ അംഗീകരിക്കാത്ത ആള് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ആമനത് ബിമൂസ, മൂസ അലൈഹിസ്സലാമിനോട് വിശ്വസിച്ചിരിക്കുകയാണ്. ഫിർഔൻ ഈ കാര്യം അറിഞ്ഞപ്പോഴാണല്ലോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ക്രൂരമായി പീഡിപ്പിച്ചത്. റോഹിംഗ്യൻ മുസ്ലിംകളുടെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ കരഞ്ഞുപോയില്ലേ? എന്നാ ഖുർആൻ ഈ രംഗം എടുത്തു പറഞ്ഞിട്ട് ഓരോ മുഅ്മിനോടും കരയാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏറ്റവും സുഖസൗകര്യമുള്ള കൊട്ടാരത്തിലാണ്, ഫിർഔന്റെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഉള്ളത്. ഏത് കാര്യവും സാധിപ്പിച്ചു തരാൻ ദാസിമാരുണ്ട്. കിരീടത്തിന് ചുവട്ടിലാണ്. ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന പെണ്ണാണെന്നായി ആസിയ. ഫിർഔന്റെ ഭാര്യ ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന പെണ്ണ. കാരണം രാജ്ഞിയായിരിക്കുമല്ലോ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. ആ അവസ്ഥയിലല്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നത്. ഫിർഔൻ ഈ കാര്യം അറിഞ്ഞപ്പോഴാണ് ചെമ്പിരുമ്പിന്റെ ദണ്ഡകൾ പഠിപ്പിച്ച ആസിയ ബീവി റളിയല്ലാഹു അൻഹയോട് മാറാൻ പറഞ്ഞു. വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് മാറാൻ പറഞ്ഞു. ആസിയ പറഞ്ഞു, ഇല്ല, എന്റെ റബ്ബിനെ നിഷേധിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന്. ആ സമയത്തല്ലേ ഗുഹ്യ ഭാഗത്തുകൂടെ ചുട്ടുപെടുത്ത ഇരുമ്പിന്റെ ദണ്ട് കുത്തിക്കയറ്റി മൂർധാവിലൂടെ തിരിച്ചു വലിക്കുന്നത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ആ ദണ്ടിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോഴാ അല്ലാഹുവിനോട് പറഞ്ഞതല്ലാ, നിന്നെ ധിക്കരിക്കണമെന്ന് റബ്ബേ ഈ കൊട്ടാരത്തിന്റെ ഉടമസ്ഥനോട് പറഞ്ഞത്. അല്ലാഹുവേ, നിന്നെ ധിക്കരിക്കാൻ ഞാൻ സന്നദ്ധയല്ല. അല്ലാ, ഈ കൊട്ടാരം ഞാൻ നിനക്ക് വേണ്ടി വലിച്ചെറിയുകയാണ്. എന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ. റബ്ബി ബിനലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ കൊട്ടാരത്തിന് പകരം നിന്റെ സ്വർഗ്ഗത്തിലെ കൊട്ടാരമാണ് എനിക്ക് വേണ്ടത്. ഫിർഔന്റെ അതിക്രമങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ദുആ ചെയ്ത ആ പ്രാർത്ഥന രാജാധിരാജനായ അല്ലാഹു എടുത്തുദ്ധരിക്കുകയാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പീഡനം ഇതിന്റെ താഴെന്നാ ഞാൻ മനസ്സിലാക്കണം. ഇതിന്റെ താഴെ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ഡിൽ പഠിപ്പിച്ചെടുത്ത ദണ്ഡിൽ കുത്തി നിർത്തി ആസിയ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴേ ആസിയ ബീവി പറഞ്ഞെന്താ അറിയോ? എൻ്റെ അള്ളാനെ ഞാൻ ഒഴിവാക്കൂല. ആ പെണ്ണാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം പ്രിയമുള്ള സഹോദരി. വാട്സപ്പ് ചാറ്റിംഗ് നടത്തുന്ന പെണ്ണല്ല മഹ്ശറിൽ 1-ാം സ്ഥാനത്ത് പെണ്ണെന്ന് പറഞ്ഞു. അല്ലാഹുവിനെ ധിക്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ
വഴി പിഴച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ എന്റെ അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് ധീരമായ തീരുമാനമെടുക്കുന്ന പെണ്ണാണ് ജീവിച്ചിരിക്കുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതാ ആസിയ ബീവിയെ മാതൃകയായി അല്ലാഹു പറഞ്ഞെന്ന്. അതാണ് ആസിയ ബീവിയെ മാതൃകയായി പറഞ്ഞു തന്നത്. ലോകത്ത് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒരു പെണ്ണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആസിയ ബീവി ഒരു പ്രവാചകന്റെ ഉമ്മല്ലല്ലോ, ഒരു പ്രവാചകന്റെ ഭാര്യയില്ലല്ലോ, ഒരു പ്രവാചകയില്ലല്ലോ, ഒരു സാധാരണ പെണ്ണ. പക്ഷേ റബ്ബിന് വേണ്ടി അള്ളാഹുവിന്റെ ഈമാൻ കളഞ്ഞു ഒളിക്കാൻ സന്നദ്ധയില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് അള്ളാഹു അവരുടെ സ്ഥാനം ഉയർത്തിയത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ് ഒന്ന്. മറ്റൊന്ന് വമറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ ഭാര്യയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തെ പെണ്ണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. നീ കേൾക്കിട്ടോ, കേൾക്കണം. മറിയം ബീവിന്റെ പ്രത്യേകത എന്താ അല്ലേ? വലിയ വലിയ പെണ്ണുങ്ങള് കല്യാണത്തിന് പുതിയാപ്പള്ളിയും പെണ്ണിന് ഭാര്യനെ കൂടി ഇരുത്തിയിട്ട് കൈകൊട്ടി പാട്ടുപാടുക ഒക്കെ പറഞ്ഞാൽ പറയും അന്ധകാലത്തെ വയലായി മൂല്യമാര് പറയണത്. കാലത്തിനനുസരിച്ച് മാറണ്ടേ പെങ്ങളെ, കേൾക്കുന്നേ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതയായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? അഹ്സനത് ഫർജഹാ. ഒരു പെണ്ണിനുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ആണത്. അഹ്സനത് ഫർജഹാ, തന്റെ ഗുഹ്യഭാഗം സൂക്ഷിച്ച ആളാ മറിയമെന്ന് അല്ലാഹു എടുത്തു പറയുകയാണ്. മറിയം ബീവിന്റെ നിസ്കാരത്തിന്റെ ഗുണമല്ല അല്ലാഹു എടുത്തു പറഞ്ഞു. ഇതിന്റെ അർത്ഥം മറിയം ബീവി നിസ്കരിച്ചിട്ടില്ല എന്നല്ല. മറിയം ബീവി ഇബാദത്തിൽ മുഴുകിയ പെണ്ണാണ്. മറിയം ബീവിയുടെ നോമ്പിന്റെ ഗുണമല്ല അല്ലാഹു എടുത്തു പറഞ്ഞത്. മറിയം ബീവിയുടെ സുജൂദിന്റെ ആഴമല്ല അല്ലാഹു എടുത്തു പറഞ്ഞത്. വല്ലതി അഹ്സനത് ഫർജഹാ, ഗുഹ്യഭാഗം ശ്രദ്ധിച്ച ആളാണ് മറിയമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു പറയുകയാണ്. ഈ മറിയമാ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു പെണ്ണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പെങ്ങളെ, കൊച്ചുമോളെ, സ്വർഗം വേണോ? ഔറത്ത് സൂക്ഷിക്കണേ, വസ്ത്രം ശ്രദ്ധിക്കണേ, വേഷവിധാനം ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹു വിളിച്ചു പറയുകയാണ്. പിന്നെ ആരാ? മൂന്നാമത്തെ പെണ്ണാരാ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ തന്റെ പൊന്നുമോളെ കുറിച്ച്, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിന്റെ അത്യുന്നതങ്ങളിലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിന്റെ നേതാവാകാനുള്ള കാരണം എന്താണ്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, പെങ്ങളെ, ഫാത്തിമ ബീവിക്ക് കമ്പ്യൂട്ടർ അറിയുമായിരുന്നില്ല, എനിക്ക് കമ്പ്യൂട്ടർ അറിയാം. ഫാത്തിമ ബീവിക്ക് നെറ്റ് ഉപയോഗിക്കാൻ അറിയുമായിരുന്നില്ല, എനിക്ക് നെറ്റ് ഉപയോഗിക്കാൻ അറിയാം. അതൊന്നുമല്ല പെങ്ങളെ, സ്വർഗത്തിന്റെ ക്വാളിറ്റിയായി അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി പഠിപ്പിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഇന്ന ഫാത്തിമ, എന്റെ പൊന്നമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹസ്സനത് ഫർജഹാ, ഫാത്തിമ തന്റെ ഗുഹ്യ ഭാഗം സൂക്ഷിച്ച പെണ്ണാണ്. ഫഹറമഹല്ലാഹു അലന്നാർ, എന്റെ ഫാത്തിമ ഔറത്ത് സൂക്ഷിച്ച പെണ്ണായതുകൊണ്ട് അല്ലാഹു ഫാത്തിമാക്ക് നരകം നിഷിദ്ധമാക്കി എന്ന് മുഹമ്മദ് മുസ്തഫ നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന് തീരെ ലജ്ജയില്ലാത്ത കാലാണ്. അത് പുല്ലൂക്കറുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇവിടെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോണം. പെണ്ണിന് ഒരു ലജ്ജയില്ലാത്ത കാലം, ഒരു ലജ്ജയും പെണ്ണില്ലാത്ത കാലം. എല്ലാ ആണുങ്ങളോട് പേടക്കുണ്ടോ, അവിടൊക്കെ പെണ്ണും പെരക്കണ്ടോ. ചില ആളുകൾ മനസ്സിലാക്കിയത് രാഷ്ട്രീയ ആയാൽ അത് അത് ഹലാലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവിടെ ഹറാമാ. രാഷ്ട്രീയമായാൽ നിയമം ഒന്ന് വേറെ, മതപരമായാൽ നിയമം ഒന്ന് വേറെ എന്നില്ല. ഇഖ്തിലാത്തുർ റിജാലി ബിന്നിസാ,
ഇഖ്തിലാതുൻ നിസാഇ ബിർറിജാൽ, ആണും പെണ്ണും സങ്കലിക്കുക എന്നത് അല്ലാഹുവിന്റെ ദീൻ കണിശമായി നിരോധിച്ച തിന്മയാണത്. അതാണ് എല്ലാ തിന്മകൾക്കും വഴിവെക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞല്ലോ. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകളുടെ ക്വാളിഫിക്കേഷനായി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളായ സ്ത്രീകളെയും സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകേണ്ടത് എന്റെ മോളാണ് എന്ന് തന്നെ മോളെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ മോളുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത്, ക്വാളിറ്റി പറഞ്ഞത്, ഇന്ന ഫാത്തിമ ഹസ്സനത് ഫർജഹാ ഫഹറമഹ അല്ലാഹു അലന്നാർ. ഫാത്തിമ ബീവി ഔറത്ത് ശരിക്ക് സൂക്ഷിച്ച പെണ്ണാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അതുകൊണ്ടാണ് മയ്യിത്ത് പോലും കൊണ്ടുപോണ സമയത്ത് എന്താ പറഞ്ഞത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയ്യത്ത് ചെയ്തല്ലോ, വഫാത്താകുന്നതിന്റെ തലേ ദിവസമാണ്, അലിയാരേ ഞാൻ മരിച്ചാൽ എന്റെ മയ്യിത്ത് നിങ്ങൾ രാത്രിയെ ഖബറടക്കം ചെയ്യാൻ കൊണ്ടുപോകാവോ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചല്ല ഫാത്തിമ, സാധാരണ ആളുകൾ പകലിൽ ഖബറടക്കം ചെയ്യപ്പെടാണല്ലോ ആഗ്രഹിക്കാറുള്ളത്, നിങ്ങൾ എന്തേ രാത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്? അപ്പോഴല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അലിയാരേ എന്റെ ശരീരം ഇതുവരെ ഒരു അന്യപുരുഷനും കാണാൻ ഇടവന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ കഫംപുട പോലും ഒരാൾക്കും കാണിച്ചു കൊടുക്കരുത്. നമ്മള് കല്യാണം കഴിക്കണം അന്ന് എന്തു ഹലാലാന്നാ നമ്മളെ സമുദായത്തിന്റെ വെപ്പ്. ഓഡിറ്റോറിയത്തിലൊക്കെ കല്യാണം നടക്കുന്ന സമയത്ത് 2 ചെയറുണ്ടാവും, മോളി അവിടെ കൊണ്ടേയിരുത്തും, മോൻ അപ്പുറത്തിരിക്കും. സ്കൂളിൽ പഠിച്ചോലും കോളേജിൽ പഠിച്ചോലും ഒപ്പം പഠിച്ചോൽക്കൊക്കെ പെണ്ണിനെ അന്ന് ഹസ്തദാനം ചെയ്യാം എന്നാണ്. തമ്മാടിയായ വാപ്പ ഉണ്ടാവും അവിടെ ഇരിക്കണം, ആ വാപ്പനെ കുറിച്ച് തമ്മാടി എന്നല്ല പിന്നെ എന്ത് പറയാനാ? അന്യ പുരുഷന്മാർക്ക് കൈ കൊടുക്കുമ്പോൾ പറയണ്ടേ കൊടുക്കരുത്? നിന്റെ പെണ്ണിനെ പ്രദർശന വസ്തുവാക്കാനുള്ള സാധന നിയമമില്ലേ ഇവിടെ? ഭൂമി ആകാശവും നമ്മുടേതല്ല, ചില നിയമങ്ങളുണ്ട് ഇവിടെ, സംവിധാനങ്ങളുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തിയിലാ നമ്മൾ ജീവിക്കേണ്ടത്, അല്ലേ? എല്ലാം നമ്മൾ തകിടം മറിച്ചില്ലേ? എല്ലാം നമ്മൾ തകിടം മറിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ചോദിക്കാം അള്ളാന്റെ സഹായം ഏടെ അള്ള തരാ?